ടീമിന്റെ അടുത്ത് വന്ന് ചാടിയേക്കണ്. ഒക്കെ പ്രേതങ്ങളാണ് നീച്ചാ, ഒക്കെ പ്രേതങ്ങളാണ്. ഞാനിപ്പോ വരാം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാണ്ടാക്കി തരാം. വേണമെന്നില്ല, കാട് മൊത്തം കിടന്ന് ഓടിയതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. സതീശന് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? പരിഹാരമായി യോഗി നിർദ്ദേശിച്ചത് ഒരു ലഹരി പാനീയമായിരുന്നു, സോമരസം. ഈ മരുന്ന് കൊണ്ട് നീ കാടിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഡേവിഡ്, അവൻ വരും. ഇല്ലെങ്കിൽ ഞാൻ അവനെ വരുത്തും. അപ്പൊ നീ യു മീൻ യക്ഷി? അതല്ലടാ നാളെ ഇത്രയും നേരം നിന്നോട് പറഞ്ഞോണ്ടിരുന്നായിരുന്നു. എടാ ഈ കുപ്പി കൂടെ എടുത്തോണ്ട് പോലടാ, എന്നെ കൂടെ കൊണ്ടോടാ. കൂപ്പ് അത് രക്ഷപ്പെട്ടു. എന്റെ അടുത്തേക്കാണല്ലോ വരുന്നേ. നിന്റെ ശബ്ദം ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. അവനിവിടെ വരാണ്ട നീ ഒന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല. അതിന് നീ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്? നിങ്ങളെ തേടി കാട് കയറി അവൻ വരും. അവനെയാണ് എനിക്ക് വേണ്ടത്. ആര് വരാം? എന്നെ അന്വേഷിച്ചു വല്ല കാശ് കൊടുക്കാനുള്ള അണ്ണാച്ചിമാര് വരും. അല്ലാണ്ട് ഒരുത്തരും എന്നെ അന്വേഷിച്ചു കൂടെ വരാൻ പോകില്ല. എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല. അപ്പൊ നീ നേരത്തെ പറഞ്ഞ പെണ്ണേതാ? അപ്പൊ നീ എന്നോട് പറഞ്ഞ കഥ? സുഖു, നീ ഇപ്പൊ കേട്ടത് സത്യം. ബാക്കി എല്ലാം മായ. മായേ? ഏത് മായ? ഇനി ഓടേതാണ്. മനസ്സിലാവുന്ന ഭാഷയിൽ പറയല്ലേ. എനിക്കൊരു ഭാഷയെ അറിയൂ, അത് പ്രതികാരത്തിന്റെ ഭാഷയാണ്. നീ നാടക ഡയലോഗ് പറയേണ്ടതിന്റെ ഉദ്ദേശം എന്താന്ന് പറ. പുലി ഈ കലക്കവെള്ളത്ത് കിടക്കാൻ കുറെ ദിവസമായി. അവൻ ഈ കാട് കയറി വരണം. എന്നാ നീ കേട്ടോ, എന്നെ തപ്പി ഇവിടെ ആരും വരാൻ പോകുന്നില്ല. അത് സതീശൻ രക്ഷപ്പെട്ടു. എന്നെ കൊണ്ട് നിനക്ക് എന്താണ് ആവശ്യം? രക്ഷപ്പെടാനോ? ആര്? സതീശനോ? പറഞ്ഞു മറ്റേ ചിരിയ. നീ ഇറങ്ങി ഓടിയപ്പോ ഞാൻ വിചാരിച്ചു നീ രക്ഷപ്പെട്ടു. ഈ മൈരിയാട്ടി കൂടെ ഓടിയിട്ട് ഒരു കാര്യമുണ്ടോ? പ്രേതങ്ങളുടെ 5 കളിയാണ് ഇവിടെ. അതെനിക്ക് നേരത്തെ മനസ്സിലായി. എങ്ങനെയെങ്കിലും കെട്ടിത്തിരിഞ്ഞ് രക്ഷപ്പെടാറില്ലടാ നിനക്ക്. അതിനു മുമ്പ് അവളെ നീ കോലത്തിലാക്കിയടാ. എന്തൊക്കെയാ കഴിവേറെ നീ അവളോട് പറഞ്ഞു കൊടുത്ത്? നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എടാ, അതിന് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഒരു കിടക്കാച്ച സാധനത്തിനെ കണ്ട പറയാതെ വായന്ന് വീണ് പോയതാണ്. നീ ഒന്ന് ക്ഷമിക്ക്. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തേട്? പുറത്തേടിയാലും നേരെ വെള്ളം വയലേക്കല്ലേ. അതിലും വേറെ ഈ ചീഞ്ഞ വെള്ളം കുടിച്ച് ഇവിടെ കിടക്കാണ്. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശരിയായിക്കോളും.
ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നന്നായി. നല്ല സുഖം. അവള് പറഞ്ഞ കഥ കേട്ട് എന്റെ കിളി പോയിരിക്കും. ആടാ ഏതൊരു പരനാറി കാരനാണ് നമ്മളീ അനുഭവിക്കുന്നത്. എടാ ഇറങ്ങി കൂടി നീ എങ്ങനെയാണ് പിന്നെയും ഇവിടെ എത്തിയത്? അതൊക്കെ വലിയ കഥയാണ് മോനെ, പറയാം. നമുക്കിനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അല്ല, ഇവിടെ എങ്ങനെ സമയത്തിന് ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ? ഇന്നലെ രാത്രി 2 അരിമണി കഴിച്ചാടാ. വിശന്നിട്ട് കണ്ണാണല്ലോ. പുല്ല് ഒരുമാതിരി കോപ്പിലെ ചെയ്ത്തായി പോയി. ഇവളിത്രയും കഴിവുള്ള യക്ഷിയല്ലേ, ഇവക്കയാളെ അവിടെ പോയി പിടിച്ചൂടെ? അതിലൊരു ത്രില്ലില്ല സതീശ. അവനവിടെ വരുത്തും. ഇതൊക്കെ ചെയ്യാച്ച അത് ചെയ്യാനാണ് അവൾക്ക് പാട്. ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗന്നാഥൻ വന്നിരിക്കുന്നു. ഐഷ കയ്യിൽ നിന്ന് പോയി മേടി. എന്ത് ചൂടനായിരുന്നല്ലേ. ഇനി കുറച്ച് സെൻറ്റ് പിടിച്ചു നോക്കാം, അതാ സേഫ്. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ. ഇത് അതിലൊരു ഡയലോഗല്ലല്ലോ ഇത്. ഗെറ്റപ്പ് ചേഞ്ച്. ഞാനാണ് ആ കോവിലകം വാങ്ങിച്ച ആ ആള്. എടോ അപ്പനെന്നു പേരുള്ള തേർഡ് റേറ്റ് ചെറ്റേ. എവിടാ ചേട്ടാ? പുള്ളി സ്ഥലത്തില്ല, നിങ്ങൾ ഇരിക്കേ. ഇരിക്കാൻ വന്നല്ല. അയാളെന്താ വിളിച്ച ഫോൺ എടുക്കാത്ത? ആള് 100 തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കേ. ഈ എന്റെ ഫോണിൽ നിന്ന് വിളിക്ക്. അല്ല, ഇതിൽ ബാലൻസ് ഇല്ല. അവൻ്റെയൊക്കെ എല്ലാ ഉടായ്പിൻ്റെ പിന്നിലും ഈയെ കണ്ട് നിൽക്കാറയാ. ഒരാഴ്ചയായി അളിയൻ്റെ ഒരു വിവരമില്ല. അളിയൻ ചെറിയ കുട്ടിയൊന്നല്ലോ, ക്രിയേറ്റീവായിട്ടുള്ളൊരു പരിപാടിക്ക് പോയിട്ടുള്ളതല്ലേ. ഫോൺ ഓഫ് ആക്കിയതായിരിക്കും. കഥ എഴുതാൻ പോയതാന്നല്ലേ അന്ന് പറഞ്ഞത്. നാളെ നേരം വെളുക്കുമ്പോഴതിനൊരു വിവരം കിട്ടണം. ഇല്ലെങ്കിൽ ഇതുപോലെ വർത്താനൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ മുമ്പ് എൻ്റെ മുന്നേ പെടണ്ടാന്ന് എൻ്റെ മുതലാളിയോടൊന്ന് പറഞ്ഞോ. ആ, അത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ചെല്ലേ. പോയോ? ആ, പോയി. കണ്ട വലിയ വലിയൊക്കെ എൻ്റെ നെഞ്ചത്തൊക്കെയാണല്ലോ വരുന്നത്. ആ, അയ്യപ്പൻ്റെ അളിയനാ വന്ന്. സത്യം പറ, നിങ്ങൾ അയാളെ പട്ടച്ചാരം മാറ്റി കൊടുത്ത് കൊന്നോ? കരിനാക്കെടുത്ത് വളക്കിലട പന്നി. സതീഷിനോട് ഞാൻ പറഞ്ഞതാ ആ സുഖുനെ വിളിച്ചുകൊണ്ട് പോന്നോളാൻ. അവന്മാർ വല്ല മഷ്റൂം മേടിച്ച് അവിടെ എങ്ങനെ പോയി കിടപ്പുണ്ടാവും. ഏയ്, സുഖ ടൈപ്പൊന്നുമല്ല. സതീശൻ ചിലപ്പോ. അല്ല, എന്തീ സോമരസം? ആർക്കറിയാം. അപ്പൊ സാറ് കുടിച്ചിട്ടില്ലേ? എവിടുന്ന്? ദൈവമേ, മിക്കവാറും എൻ്റെ തള്ളുകെട്ട അയ്യപ്പനടുത്ത് മൊത്തം മോന്തി കാണും. ചുരുക്കി പറഞ്ഞാ ഈ പടം നടക്കാൻ പോണില്ല. എനിക്കും സംശയമില്ലാതില്ല. അപ്പം മറ്റേ പെണ്ണുകൊണ്ട് ഗോവയ്ക്കും മലേഷ്യക്കൊക്കെ കറങ്ങി നടക്കാന്ന് പറഞ്ഞത് മൂഞ്ചി. അടപടല മൊത്തം മോഞ്ചിയ ലക്ഷണ ഗിരീഷോ. ആ പമീല വാ, ഇരിക്ക്. ഞങ്ങളിപ്പോ മേഡത്തിന്റെ കാര്യം പറഞ്ഞിങ്ങനെ നാക്ക് വായിലിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞേ? അല്ല, മേഡത്തിന്റെ ടാലന്റ് ഗംഭീരാണെന്ന്. അതെ എന്താ അല്ലേ? എനിക്ക് സാറിനോട് പേഴ്സണലായും സംസാരിക്കണമായിരുന്നു. യെസ് അതെന്തുകൊണ്ട് നല്ലതാണ്. ഗിരീഷ് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുക. നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിച്ചിട്ട് വരാം. ഇവിടെ ക്യാമറയൊക്കെ ഉള്ളതാണ്. വരൂ, പമീലയ്ക്ക് അഭിനയത്തിൻ്റെ ചില ക്രൂഷ്യൽ പോയിന്റ്സ് പറഞ്ഞുതരാം. ഇവിടെ എന്തുണ്ടായി? അവളുടെ അഭിനയം അത്ര പോരാ ഗിരീഷ. ആ, അത് മനസ്സിലായി. നിങ്ങൾ വേഗം ഡേവിഡ്സനെ വിളിച്ച് കാര്യം പറഞ്ഞോ, അല്ലെങ്കിൽ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ്ട. അതിന് അയാളെ വിളിച്ചാൽ കിട്ടണ്ടേ? ഒരു 16 നമ്പറും ഉണ്ട്. ഹായ് ഷെറിൻ. ഡേവിഡ് ഫ്രീ ആണോ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് കാണാൻ. ഓ ഷുവർ. ഞാനിവിടെ ഫാക്ടറിയുടെ ബംഗ്ലാവുണ്ട്. എളുപ്പമായല്ലോ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു 10 മിനിറ്റ്. യു ആർ ഓൾവേസ് വെൽക്കം.
ഡേവിഡിന് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇത്തരം ബോറൻ ചോദ്യങ്ങളൊന്നും നിന്റെ ആക്ടിവിറ്റിയോട് ചേരില്ല. താൻ ആദ്യമായിട്ടാണോ ഇവിടെ? നോ ഞാനൊരു തവണ കിഷോറുമായിട്ട് വന്നിരുന്നു നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിക്ക്. ഓ യെസ് യെസ് ഐ റിമെമ്പർ. അതുകൊണ്ടാണ് വഴി വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ ഇങ്ങ് എത്തിയത്. പിന്നെ ഞാനിവിടെ വന്ന കാര്യം കിഷോറിന് അറിയില്ല കേട്ടോ. വൈ എനിത്തിങ് പേഴ്സണൽ? യെസ് ദർ ഈസ്. വളച്ചു കെട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇല്ലെങ്കിൽ ഡേവിഡ് വെറുതെ ആലോചിച്ച് കാട് കയറും. ഷെറിൻ കാര്യം പറ. വരുന്ന 25th ഞങ്ങളെ 10th വെഡിങ് ആനിവേഴ്സറി ആണ്. ഓ കൺഗ്രാറ്റ്സ്. താങ്ക് യു. കിഷോറിന് ഒരു ബിഗ് സർപ്രൈസ് കൊടുക്കണം. അതിന് ഡേവിഡിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണം, അതും ഫിനാൻഷ്യലി. അരെ കിഡിങ്. എന്നെ പോലെ ഒരു 10 പേരെ വാങ്ങിക്കാനുള്ള കാശുണ്ടാക്കിയിട്ടുണ്ടാവും താനും തന്റെ ഹസ്ബൻഡും കൂടി. എന്നിട്ടാണോ? ഡേവിഡ് കളിയാക്കുന്നതിനൊരു പരിധിയുണ്ട്. ആക്ച്വലി 2 വർഷം മുമ്പ് മൂന്നാറിലൊരു പ്ലോട്ടിൽ കിഷോറിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് വേണ്ട വെച്ചത്. അവനതിൽ കുറച്ച് നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കാരണം അന്നത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേര് ചെറിയ പരിഭവങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ അത് വാങ്ങിച്ചാലോന്നൊരു ചിന്ത. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. 1.5 CR വരും. അതും ക്യാഷായിട്ട് കൊടുക്കണം. 75 lakh കയ്യിലുണ്ട്. ബാക്കി ഡേവിഡ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ക്യാഷ് വിഡ്രോ ചെയ്താൽ സർപ്രൈസ് പൊളിയും. സോ അതുകൊണ്ട് ഇതൊക്കെ ഫോണിൽ പറയേണ്ട കേസല്ലേ ഉള്ളൂ. ഹേയ് നോ, അത് മാത്രമല്ല ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാൻ കൂടെ വന്നതാണ്. ഈവന് 6-നാണ് പാർട്ടി, നമ്മുടെ ബ്ലൂ ഡയമണ്ടിൽ വെച്ച്. യു മസ്റ്റ് ബി ദേർ. യാ ഷുവർ. ഒരു മിനിറ്റ് താനിരിക്കും. Take what you need. താങ്ക് യു സോ മച്ച് ഡേവിഡ്. It's okay. കഴിക്കും. നോ. മദ്യം വേണ്ടെന്നാണോ അതോ എൻ്റെ കൂടെ കഴിക്കില്ലെന്നാണോ? അയ്യോ ഡോണ്ട് ഗെറ്റ് മീ റോങ്, അതുകൊണ്ടല്ല. ഏയ് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, കഴിക്ക്.
சின்ன வெட்கங்கள் சின்ன சின்ன சுகங்கள் மின்சாரம் உண்டாரை இன்னும் என்ன தயக்கம் கண்ணில் அந்த மயக்கம் சிங்கார பூஞ்சோலை യു ബ്ലഡി താൻ എന്താണ് എനിക്ക് തന്നത്? എഴുതി തന്ന ചെക്കിലുള്ളത് പോരെങ്കിൽ പറഞ്ഞാൽ മതി. അതുകൊണ്ട് പോണെങ്കിൽ നിനക്ക് പോവാം. അതല്ല ഇവിടെ കിടന്ന് എനിക്കിട്ട് ഉണ്ടാക്കാനാ ഉദ്ദേശമെങ്കിൽ നീ ഇവിടുന്ന് പോവില്ല. ഐ വിൽ ഷോ യു. എനിക്കറിയാം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന്.